കടുത്തുരുത്തിയിലെ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ മോഹൻസിനോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കടുത്തുരുത്തിയിൽ ആര് വേണേലും മത്സരിക്കാൻ വരട്ടെ, ഞാൻ റെഡിയാണ്. ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്ത് മത്സരിക്കാൻ അവിടേക്ക് അദ്ദേഹത്തിനെ ഞാൻ പാലായിലും സ്വാഗതം ചെയ്യും. പാലായിൽ സാർ മാറുന്നില്ല, പാലായിൽ തന്നെയാണോ മത്സരിക്കുന്നത്? പാലായിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഉണ്ടല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും. 99 അധികം സീറ്റുകൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും സീറ്റുകൾ അധികം വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെടും. നമ്മൾ പാർട്ടിയുടെ സ്വാധീനവും കാര്യങ്ങളും ഉണ്ട്, അതനുസരിച്ച് ആവശ്യപ്പെടുമല്ലോ. അതിപ്പം എന്താവശ്യപ്പെട്ടാലും ഈ വിഷയങ്ങളൊക്കെ രമ്യമായി അത് മുന്നണിക്കകത്ത് പരിഹരിക്കും. അപ്പോൾ പാർട്ടിക്ക് ആവശ്യമുള്ളത് ആവശ്യപ്പെടും. അതിവിടെ മാത്രമല്ല, നമ്മൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ത്രിതല പഞ്ചായത്തിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ, അതുമാത്രമല്ല ഇന്ന് മലയോര പ്രദേശങ്ങളിൽ പല കാര്യങ്ങളും നമ്മൾ തന്നെ ഇടപെട്ട്, പാർട്ടി തന്നെ ഇടപെട്ട്, ഇടതുപക്ഷ സർക്കാർ, ഇപ്പം വന്യമൃഗത്തിൻ്റെ വിഷയം, ഇങ്ങനെ പല വിഷയങ്ങളുണ്ടല്ലോ. ആ വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇടപെട്ടുകൊണ്ട് നമുക്ക് ഒരു തരത്തിൽ ഒരു പരിഹാരം ഒക്കെ കാണുവാൻ കഴിഞ്ഞു. തീർച്ചയായും അങ്ങനെയുള്ള ജനവിഭാഗങ്ങൾ ഈ സർക്കാരിനോടൊപ്പമാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഒരു പ്രതിദാനം ചെയ്യുന്ന സ്ഥലങ്ങളൊന്നുമല്ല തീരദേശം. പക്ഷേ ആ തീരദേശത്തിൻ്റെ സാമൂഹ്യ വിഷയങ്ങൾ ഏറ്റെടുത്തില്ല. വേറെ ആരും ഏറ്റെടുത്തോ? ഇപ്പോൾ പെട്ടെന്ന് ആരൊക്കെ മുന്നോട്ട് വന്നെന്ന് കേട്ടു. അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ആ വിഷയത്തിൽ പോലും അത് പാടില്ല എന്ന കടൽ മണൽ ഖനനം പാടില്ല എന്ന് ഏറ്റവും ശക്തമായി പാർലമെൻറ്റിനകത്തും ഇവിടെയും പറഞ്ഞത് നമ്മളാണ്. പക്ഷേ അവിടെയും ചില ഇടപെടലുകൾ നടത്തിക്കൊണ്ട് സർക്കാർ ചെറുതായിട്ട്, കേന്ദ്ര സർക്കാർ ചെറുതായിട്ട് ഒരു ആനുകൂല്യം കൊടുത്തു. എന്താ? അവിടുത്തെ റോയൽറ്റി, അവിടുന്ന് കിട്ടുന്ന റോയൽറ്റി അത് ഒരു ഭാഗം മത്സ്യത്തൊഴിലാളിക്ക് കൊടുക്കാമെന്നുള്ള തീരുമാനം. അതൊന്നും നമ്മുടെ ഇടപെടല. അപ്പോൾ അതങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അല്ല, ഈ വിഷയത്തിൽ സഭയുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്, ചെയ്തു കൊടുക്കും.